എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് വരുന്നു. വീട്ടിൽ നിന്ന് വരുന്നു. ഇടുക്കിന്നാണോ? ഇരിക്കുന്നു. എല്ലാവർക്കും സുഖാണോ അവിടെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴ തുടങ്ങി, ഇന്നലെ തൊട്ട് തുടങ്ങി മഴ. മഴയുണ്ട്. മഴ ഉണ്ടായിരുന്നല്ലോ. മഴയുണ്ട് നന്നായിട്ട് മഴയുണ്ട്. നമ്മൾ ഒരേ നാട്ടുകാരാ. അതോടെ രാജാക്കാരല്ലേ കട്ടപ്പന. അപ്പം അന്ന് പറഞ്ഞാലേ മോള്. അതെ ഇപ്പം അഡോപ്റ്റ് കമ്മിറ്റി കഴിഞ്ഞു, പ്രവർത്തനങ്ങൾ ഇങ്ങനെ പൊങ്ങോട്ടിരിക്കുന്നു. ഫാമിലി മീറ്റപ്പ് നടത്തി, ഇപ്പതാ ആനുവൽ ജനറൽ ബോഡി കൂടുന്നു. എന്താണ് അവരുടെ പ്രവർത്തനത്തെ വീട്ടിലെത്തുമ്പോ തോന്നുന്നത്? എന്താ എങ്ങനെ ആനുവൽ ജനറൽ ബോഡി അവരുടെ അഡോപ്റ്റ് കമ്മിറ്റിനെ എങ്ങനെ വിലയിരുത്തുന്നു ഈ അവസരത്തിൽ? നമ്മളെ ഇതിനകത്ത് വലിയ ആധികാരികമായിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. നമ്മളിതിനകത്തൊരു 10-17 കൊല്ലം കണ്ടായെന്ന് തോന്നുന്നു ഇതിനകത്ത് ഞാൻ ചേർന്നിട്ട്. അന്ന് തൊട്ട് നമ്മളിവിടെ വരുന്നു, നമ്മള് ചില ഇലക്ഷനൊക്കെ പങ്കെടുക്കും. പിന്നെ മീറ്റിങ്ങുകൾ കുറയ്ക്കാറില്ല, നമ്മൾ വരാതിരിക്കാറില്ല. മിക്കവാറും ഒക്കെ എവിടെയാണെങ്കിലും അത് വന്ന് അതിനകത്ത് ആദ്യത്തെ ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോയെടുപ്പും കഴിഞ്ഞ് ചിലപ്പോൾ ആഹാരം കഴിക്കും, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പോകും. ഇങ്ങനെയൊക്കെയാണ് പരിപാടി. അപ്പോൾ ഇതിനകത്ത് വലിയ ആധികാരികത മറ്റേ അഡോപ്റ്റ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ തന്നെ എനിക്ക് അതെന്ത് എന്നുള്ള അല്ല എന്താണെന്നല്ലെന്ന് എനിക്കാൻ പറയണം. അതിപ്പോൾ എനിക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്മിറ്റി, അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി, അതായത് മറ്റേ ഇത് മാറിയിരിക്കുവാണല്ലോ. അപ്പൊ അതിന് ആ കമ്മിറ്റിക്കാരുടെ കാര്യമല്ലേ എല്ലാം അന്നും ഇപ്പൊ ഉള്ളതും ഒക്കെ നല്ലതെന്ന് എല്ലാവരും ഒരേപോലെ അല്ല. അതുപോലെ എനിക്കങ്ങനെ, എനിക്ക് അത്രയേ ഉള്ളൂ. ഇപ്പൊ അന്നത്തെ കമ്മിറ്റിയും ഇപ്പൊ അതിന് വേണ്ടിയിട്ട് പകരമാക്കി ഉണ്ടാക്കിക്കുന്ന വേറൊരു കമ്മിറ്റി വരുത്തേക്ക് ഉണ്ടാക്കിക്കുന്ന കമ്മിറ്റിയും എല്ലാം വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഒരുപോലെയാണ്. പിന്നെ പിന്നെ നന്നായിട്ട് തന്നെ പോകുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്നേ. ഇത് ചുമ്മാ ഈ പൊരിപ്പിച്ചുകൊണ്ട് നടക്കണം. അതിനകത്ത് ഇവിടെ എന്താ പ്രശ്നം? ഞങ്ങളിവിടെ കണ്ടില്ല, മോള് തന്നെ കണ്ടില്ല. ഞങ്ങളെല്ലാവരും കൈ കൊടുത്ത് പിന്നെ എല്ലാവർക്കും കൈ കൊടുക്കാനും യാത്ര പറയാനും ഒന്നും പറ്റൂല. അപ്പം കാണുന്നവരെ സ്നേഹം പങ്കുവെച്ചല്ലാതെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കുറേ നേരം നിർത്തി സമയം കളയുന്ന പരിപാടിയല്ല. അപ്പം നമ്മൾ പെട്ടെന്ന് കണ്ടു, നമസ്കാരം, അത് പറഞ്ഞു ഇത് പറഞ്ഞു ചിരിച്ചു കളിച്ച് പോവുക. ആ ചിരികളി ഉണ്ടായാൽ മതി എന്നാണ് നമുക്ക്. കേട്ടോ, ആയിക്കോട്ടെ. നിങ്ങൾക്കൊക്കെ പറയാൻ കാര്യങ്ങളില്ലേ? എന്തായാലും പറയാലോ. എന്താണ് വിശേഷം? നമുക്ക് ഇങ്ങോട്ട് നീങ്ങിക്കാം, ശരി, ഇങ്ങോട്ട് നീങ്ങാൻ നിക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ. അപ്പം എന്തുണ്ട് വിശേഷം? കഴിഞ്ഞ ഫാമിലി മീറ്റപ്പിന് കണ്ടാണ് അല്ലേ? അതിനുശേഷം വീണ്ടും ജനറൽ ബോഡി 6 മാസത്തിനുള്ളിൽ നടന്നിരിക്കുകയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? എന്താണ് എക്സൈറ്റ്മെന്റ്? വീണ്ടും ഒത്തുകൂടുകയാണ്, ഞങ്ങളുടെ കുടുംബം ഒത്തുകൂടുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താനും മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു യോഗമാണ്. പിന്നെ പൊതുവേ സാധാരണ നമ്മൾ 5-6 മണി വരെയാണ്. പക്ഷേ ഇന്ന് ഇപ്രാവശ്യം അതിനുശേഷം ഒരു 6 മണി മുതൽ 10 മണി വരെ മ്യൂസിക് ഷോ പരിപാടികളും എല്ലാ പാട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ സന്തോഷപ്രദമായിട്ട് വിളിക്കാൻ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം അഡോപ്റ്റ് കമ്മിറ്റി ആണ് നമ്മൾ ഇതുവരെ എത്തിച്ച് ഫാമിലി മീറ്റപ്പും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെ വിലയിരുത്തുന്നു? എല്ലാ കമ്മിറ്റി നന്നായിട്ട് വർക്ക് ചെയ്തു. അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ അവർ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കൂടുതൽ അംഗങ്ങൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്കിത് കഴിഞ്ഞ് ചർച്ച ചെയ്യാം. ശരി, നമുക്ക് വീണ്ടും കാണാം. നമ്മളിവിടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കണ്ടോ? നമ്മൾ പിന്നെ നമ്മുടെ എന്താ പറയുക, ലൈഫിലെ നമ്മുടെ പ്രൊഫഷനിൽ ഏറ്റവും വലിയ സന്തോഷമാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് മാസങ്ങളായിട്ടുള്ള കാത്തിരിപ്പല്ലേ എല്ലാം. തീർച്ചയായിട്ടും അത് നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും അത് മാറ്റിവെച്ച് എത്തുക എന്നുള്ളതാണ്. മറ്റേ അസുഖങ്ങൾ കൊണ്ടൊക്കെ വരാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. അവരെക്കാൾ കൂടുതൽ വിഷമം നമുക്കുണ്ട്. കാരണം ഇത് ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു വലിയ സന്തോഷ നിമിഷമാണ്. അടിച്ചു പൊളിക്കാന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാരും കണ്ടോ? പരിചയമൊക്കെ പുതുക്കി വന്നിങ്ങനെ എല്ലാവരും മീറ്റ് ചെയ്തോണ്ടിരിക്കുക. ആരെ കാണാനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? ആരെ കാണാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തത്? അത് ഈ ഒരു കൂടുതൽ നമ്മൾ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഒരു സർപ്രൈസ് ഞാൻ പറയും. അതിന് മുമ്പ് ആരെ കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത് പറയും. അത് എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ അറിയാലോ. നമുക്ക് നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള മമ്മൂക്കയും ലാലേട്ടനൊക്കെ അത് കൂടാതെ സർപ്രൈസും കൂടെ ഉണ്ട്. ഞാൻ അതിവിടെ പറയാം. നമ്മുടെ ജഗദീഷ് റൂമർ വരുന്നുണ്ട് നിങ്ങളെയൊക്കെ കാണാൻ. എത്തിയിട്ടില്ലല്ലോ? എത്തിയിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് എത്തിയില്ല, ഉടനെ വരും. ഇരട്ടി മധുരം. അപ്പം സർപ്രൈസ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അടിച്ചു പൊളിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഉണ്ടായിരുന്നു, അടിപൊളി, തകർത്തു. എന്തുവായത്? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സിനിമ ജീവിച്ചു പോകണം. വിഷമാണോ? എന്തിന്? ഇല്ല, സിനിമ ജയിച്ചാണ്ട് അല്ല, ഒരു വിഷമം പോലെ. അങ്ങനെയല്ല, ടോട്ടൽ അത് പിന്നെ ഗെറ്റപ്പ് മൊത്തം ചേഞ്ച് ആയിട്ട് ഈ കുറ്റരോമം വളർന്നതിന്റെ ഒരു വിഷമമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു
എന്താ പറയണ ഒരു സാഡ് ഫീൽ വരും മുഖത്ത് ഇല്ലേ? അതുകൊണ്ടാണ് കാണുമ്പോൾ വിഷമായിരുന്നു. അല്ല അങ്ങനെ ആയിരിക്കും. ഞാനൊരു 8 വർഷമായി താടി മീശ എടുത്തിട്ട്. അപ്പൊ അതിനുശേഷം എടുക്കുമ്പോഴത്തേന് പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരുമ്പോ ഒരു നമ്മുടെ ഫേസിൽ ഒരു സാഡ് ഫീൽ വരും. അത്രേ ഉള്ളൂ. അപ്പൊ അടിപൊളി. ബസ്സിന് സമേതം ബന്ധുമിത്രാദികൾ തിയേറ്ററിൽ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 തവണ കണ്ടു. ആണോ? അയ്യോ ഭയങ്കര സന്തോഷം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, അടിച്ചു പൊളിച്ചല്ലോ എന്ന്. അപ്പൊ ഫാമിലി മീറ്റപ്പ് കഴിഞ്ഞിട്ട് അടുത്ത അമ്മയുടെ മീറ്റിംഗ് ആണ്. എന്ത് തോന്നുന്നു? ആരെയൊക്കെ കണ്ടു? എല്ലാരെയും കണ്ടോ? ഇല്ല, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. വന്ന് വഴിയിൽ വെച്ച് കണ്ട കുറച്ച് പേരുള്ളൂ, പിന്നെ ആരെയും കണ്ടില്ല. അങ്ങോട്ട് കേറാൻ പോണേ ഉള്ളൂ. എല്ലാരെയും കാണാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. എന്താണ് ഈ തവണത്തെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ഇല്ല, ഞാന് കഴിഞ്ഞ മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ലായിരുന്നു. കുടുംബസംഗമത്തിനുണ്ടായിരുന്നു. അതിന് മുമ്പൊരു മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ല. പിന്നെ ഇന്ന് എന്തായാലും എല്ലാരെയും കാണാമല്ലോ. അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ചേട്ടാ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു. എന്തുണ്ട് വിശേഷം? ചേച്ചി എന്തോ പരാതിയും പറഞ്ഞുകൊണ്ടാ വന്നേ? അല്ല, ആത്മയിൽ ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ എടുത്തായിരുന്നു, ഫോട്ടോ എടുത്തായതൊന്നും കണ്ടില്ല. എല്ലാം ഉണ്ടല്ലോ, എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ കാണാറുണ്ട്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും? ഇല്ല മോളെ, വന്നില്ല. ആണോ? ഒരു കാര്യം ചെയ്യും, തീർച്ചയായിട്ടും ഞാൻ ചേച്ചിക്ക് പോകുന്നതിന് മുമ്പ് അത് കാണിച്ചു തരും. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ വളരെ കഴിഞ്ഞ ആഴ്ചയാണ് കണ്ടത്. അപ്പൊ ഇപ്പൊ അമ്മയുടെ മീറ്റിംഗിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഫാക്ടർ? എന്താണ് എല്ലാരും കണ്ടോ? പിന്നെ വളരെ സന്തോഷം. എല്ലാരെയും ഒരു കൊല്ലത്തിലൊരിക്കൽ കാണാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ സന്തോഷം അല്ലേ? അപ്പം പഴയ ആർട്ടിസ്റ്റുകളുണ്ട്, പുതിയ ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ പഴയത് പുതിയതൊന്നുമില്ല, എങ്കിലും പഴയ തലമുറ പുതിയ തലമുറ എന്നുള്ളത്. അപ്പം ഈ തലമുറയിൽപ്പെട്ട എല്ലാവരെയും കാണുക എന്നുള്ളതൊരു എക്സൈറ്റ്മെന്റ് അല്ലേ? എക്സൈറ്റ്മെന്റ് ആണ്, എന്നാലും സന്തോഷം. പഴയ ആൾക്കാരെ കാണാനും കാര്യം, ഒരുപാട് അസുഖം വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്ത ആൾക്കാർ, അവർ മാക്സിമം എത്തിയത് കൊണ്ട് അവരെ ഒന്ന് കാണാൻ പറ്റിയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം. നമുക്ക് ആരോഗ്യമുള്ളവരെ പിന്നെയും കാണാമല്ലോ, ഇല്ലാത്തവരെ കാണാനുള്ള ബുദ്ധിമുട്ട്. അതെ, അപ്പൊ ഇതൊരു മീറ്റപ്പ് പോലെ, ജനറൽ ബോഡി മീറ്റപ്പ് ആണ്. നിങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതെന്ന് അറിയാം. അപ്പം അഡോക് കമ്മിറ്റിയുടെ ഈ ഇതുവരെയുള്ള പ്രവർത്തനത്തിന് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അഡോക് കമ്മിറ്റി വളരെ ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ഇതുവരെ പോയിരിക്കുന്നത്. അപ്പൊ അതിൽ സന്തോഷം. ഇവര് തന്നെ തുടരട്ടെ എന്നുള്ളതാണോ? അല്ല, ഇനിയിപ്പോ ആസ് യൂഷ്വൽ എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച്. ഓക്കെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ് ചേച്ചി. താങ്ക് യു. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ, അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. ഇത്തവണയും ബില്ലൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത മാസം നമുക്കും വേണം സോൾ സ്റ്റെല്ലറിന്റെ സോളാർ. സോൾ സ്റ്റെല്ലർ പ്രൈവറ്റ് ലിമിറ്റഡ്. House of Sarees by Maharani Wedding Collections, Todupura.